ഹലോ ഗൈസ്, അപ്പം ഫുഡ് ഫൺ ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ അപ്പോൾ രാവിലെ ഇവിടെ ഒന്ന് ഉദയപൂർ നടക്കാൻ ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു ചായ മേടിക്കാമെന്ന് വെച്ച്, ഇവിടെ ഒരു ചായ ഉണ്ടാക്കുന്ന അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചായ മേടിക്കാനായിരുന്നു. മുഷ്കിൽ അമ്മയ്ക്ക് അപ്പം വേണ്ട ചായയൊക്കെ കിട്ടുക കേട്ടോ. ഇവിടെ ചായക്ക് 10 രൂപയുള്ളൂ, ബാക്കി എല്ലായിടത്തും 30ഉം 50ഉം ഒക്കെയാണ്. ഈ ചെറിയ കടകളിൽ കയറിയ തീരെ ചെറിയ ഇവർ വിൽക്കുന്ന കടയിൽ കയറുമ്പം 10 രൂപയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ കയറി ഒരു ചായ കുടിച്ചതിന് 30 രൂപയായിരുന്നു ഒരു ചായക്ക്. ഞങ്ങൾ നിൽക്കുന്നിടത്തെ ഒരു ചായക്ക് 50 രൂപ, 40 അല്ല 50. അപ്പം നിങ്ങളിവിടെയൊക്കെ വരുവാണെങ്കിൽ എപ്പോഴും ഫുഡിൻ്റെ ഒക്കെ ശ്രദ്ധിച്ചോണം. എല്ലായിടത്തും കൂടുതലായിരിക്കും എടുക്കുന്നത്, കുഞ്ഞി കടകളിലൊക്കെ. നമ്മളപ്പോൾ ചായ കുടിച്ചിട്ട് ഇറങ്ങി. ഇതിപ്പം ഇന്നലത്തെ അത്രയും തിരക്കൊന്നുമില്ല കേട്ടോ ഈ റോഡിൽ. ഇന്നലെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടർ ഇങ്ങനെ പോയി നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു, ആൾക്കാരെ സ്കൂട്ടറേയും തട്ടിയിട്ട്. ഇന്നിപ്പം ഇത്രയും രാവിലെ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. എന്നാലും ആൾക്കാരൊക്കെ വരുന്നു, ജോലിക്കാരൊക്കെ എഴുന്നേറ്റ് പാലൊക്കെ കൊണ്ടുവരുന്നു, അങ്ങനെ ചെറിയ ചെറിയ തിരക്കേ ഉള്ളൂ. അല്ലാതെ ഈ കാണാനൊക്കെ പോകുന്ന ആൾക്കാരുടെ അത്രയും ഒരു റഷില്ല ഇവിടെ. കണ്ടോ, ഇതാ ഇന്നലെ നമ്മൾ വന്ന ആ പാലത്തിൻ്റെയൊക്കെ ആ ഭാഗം, രാമൻ്റെ അമ്പലം പാലത്തിൻ്റെയൊക്കെ ആ ഒരു കണ്ടോ. ഈ കാണുന്നതാണ് ആ അമ്പലം, ആ സൈഡിൽ കാണുന്നതാണ് രാമൻ്റെ അമ്പലത്തിൻ്റെ ഗേറ്റ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കരമായിട്ട് വണ്ടി വന്നുകൊണ്ടിരിക്കുക. നമ്മൾ മാറി നടക്കണം. ഓട്ടമൊക്കെ നമ്മളിങ്ങനെ ചേർത്ത്, നമ്മൾ ഭിത്തിയോട് ചേർന്ന് നടക്കണം. അങ്ങനെ ആയിട്ട് ഇന്നലെ രാത്രി അങ്ങനെ ആയിരുന്നു. പിന്നെ ഇവിടെ എല്ലാം ഇതേലത്തെ റെൻ്റ് സ്കൂട്ടർ കിട്ടും. നോക്കാം, റെൻ്റ് സ്കൂട്ടറിന് 250 രൂപയാട്ടോ ഒരു ദിവസത്തേന്. നമുക്ക് അപ്പോൾ ഇന്നലെ 24 അവേഴ്സ് അല്ല, ഇന്നലെ വൈകിട്ട് 4 മണി തൊട്ട് ഇന്ന് രാവിലെ വരെ നമ്മുടെ കാർ പാർക്കിങ്ങിന് ഇവിടെ ആയത് 300 രൂപയാണ്. അതേസമയം നമ്മൾ ഇന്നലെ ആ കൊട്ടാരത്തിൻ്റെ പാർക്കിംഗ് സിറ്റി പാലസിൽ ഇട്ടപ്പോഴേ ഏകദേശം 350 രൂപയായി. അത് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറേ ഉള്ളൂ. അതിനവരത്രയും പൈസ മേടിച്ച്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു കവാടം പോലുണ്ട്. അതിൻ്റെ അകത്തൂടെ നോക്കിയാലും ഈ ലേക്കും അപ്പുറത്തെ വശം കാണാൻ പറ്റും. ഇവിടെ ഒത്തിരി പ്രാവുകളുണ്ട് കേട്ടോ. ആൾക്കാരിങ്ങനെ പ്രാവുകളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പരിപ്പ് പോലത്തെ ഒരു ഇത് അയാളുടെ അടുത്തുനിന്ന് വാങ്ങും. അപ്പോൾ അയാൾ നമ്മുടെ അടുത്ത് ചോദിച്ചു വേണോ കൊടുക്കാമെന്ന്. കണ്ടോ, അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് പ്രാവിന് കുളിക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി പ്രാവുകളുണ്ട് കണ്ടോ. എല്ലാവരും ഇങ്ങനെ ഫുഡ് വാങ്ങി പ്രാവിന് കൊടുക്കും. അപ്പോൾ പ്രാവ് ഇങ്ങനെ കയ്യിൽ വന്ന് ഫുഡ് കഴിക്കും. പിന്നെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന്, ക്യാമറാമാനൊക്കെ വന്ന് സേവ് ദ ഡേറ്റ് പോലെയൊക്കെ തന്നെ കപ്പിളിങ്ങനെ റെഡി ആയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുക. എല്ലാം കപ്പിൾസ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ റെഡിയായി വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പുറത്ത് ലേക്കാണ്. പിന്നെ ലേക്കിൻ്റെ നടുക്ക് കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പോയ ആ ഭാഗമില്ലേ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ആ ഭാഗത്തായിട്ടാണ്. ഈ ഒരു സൈഡിലായിട്ട് ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ സ്ഥലം ലേക്ക് ഷോർ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ബോട്ടുണ്ട്. അത് ഈ തീരത്തല്ലായിരിക്കും അടുക്കുന്നത് ചിലപ്പം. അവിടെ ആ വലിയത് കാണുന്നില്ല, ഈ ഒരു ഇത് അതൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ലൊക്കാലിറ്റിയിൽ നമ്മളിപ്പോൾ കണ്ടതിൽ വെച്ച് വലിയൊരു ബിൽഡിങ് അതൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ റിസോർട്ടിലുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആ ബോട്ട് അവിടെ ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് ഈ ഒരു നടുക്കോട്ടോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും അവരെ ഇങ്ങനെ ജസ്റ്റ് സ്ഥലം കാണിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടെമ്പിളാണ്. ഇന്നലെ നമ്മൾ പോയപ്പോൾ അവിടെ പൂജയൊക്കെ ഉണ്ടായിരുന്നു.
നമ്മൾ ആദ്യം ഇരുന്ന് ഞാൻ കാണിച്ചില്ലേ രാമൻ്റെ ശിവൻ്റെ അമ്പലം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പാലം കണ്ടോ, അവിടുത്തെ ഒരു പാലം കയറിയിട്ട് ആ പാലം കയറിയിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് ചെന്നത്. അപ്പോൾ അപ്പുറത്ത് 2-3 ടെമ്പിൾ ഇതുപോലെയുണ്ട്. പിന്നെ ഈ ഒരു വലിയ റിസോർട്ടില്ലേ, അത് കഴിഞ്ഞ് നമ്മൾ നടന്നു പോയപ്പോഴാണ് ഇത് കണ്ടത്. നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം നമുക്ക് കിട്ടിയത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ പ്രാവിനെ ഫീഡ് ചെയ്യുക കേട്ടോ. തീറ്റ മേടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്ത് പ്രാവ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. കുറേന്ന് വെച്ചാൽ കുറേ പ്രാവുണ്ട്. കണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ പ്രാവുകൾ ഇരിക്കുവാണ്. അത്രയ്ക്ക് പ്രാവുകളാണ് ഇവിടെ. ഇവിടെ നമുക്കാണെങ്കിൽ പ്രാവിനെ ഫീഡ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ചോളം കിട്ടും, അത് മേടിച്ച് കയ്യിൽ വെച്ചോണ്ട് നിന്ന് അത് കണ്ടോ ഇങ്ങനെ വരും, ഇവരെ വന്ന് കഴിച്ചിട്ട് പോകും. കണ്ടായിരുന്നു കഴിക്കുന്ന കണ്ട. ഇന്നലെ വന്ന അമ്പലമില്ലേ, വൈകിട്ട് അങ്ങോട്ടേക്ക് വന്നതാ കേട്ടോ. അവിടെ പ്രാവിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടും കൂടെ വന്നതാണ്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ രാവിലെ പൂജയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ആൾക്കാർ കുളിക്കുന്ന കടവാന്ന് തോന്നുന്നു. 2-3 പേരൊക്കെ കുളിക്കുന്നുണ്ട്. കണ്ട, ഇതാണ് ഇന്നലെ നമ്മൾ നിന്ന അമ്പലത്തിൻ്റെ ആ ഒരു കടവ്. ഇപ്പുറത്തെ ആൾക്കാർ കുളിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് കാണിക്കാൻ പറ്റത്തില്ല. കണ്ട, ഇതാണ് അമ്പലം. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു എന്തോ ദേവിയാണ് വെച്ചിരിക്കുന്നത്. ജയ് ശ്രീറാമെന്ന് എഴുതിയിരിക്കുന്നത്. എനിക്കൊന്ന് രാമനും സീതയുമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത്. അപ്പുറത്ത് മാറിയിട്ടാണ് ശിവനുള്ളത്. ആ ഒരു സ്ഥലത്ത് ശിവനും പിന്നെ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും രാമൻ്റെ അമ്പലമാണ്. നമ്മൾ പ്രാവിനെ കണ്ട സ്ഥലവും അതാ. പ്രാവിനെ ആൾക്കാർ തീറ്റ കൊടുക്കും. നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ പോയ സ്ഥലം അവിടെ ആണെങ്കിൽ ഫുൾ ആൾക്കാർ. സേവ് ദ ഡേറ്റും അതുപോലെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ അവിടെ നടക്കുന്നത്. ഞങ്ങളെ അപ്പം ഇങ്ങനെ ഇവിടെ ഇതൊക്കെ കണ്ടിരിക്കായിരുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ 14-13 ഡിഗ്രി എന്തോ. അപ്പം നല്ല കുത്തുന്ന തണുപ്പുണ്ട്. ഇവിടെ ഇരുന്നാൽ നമുക്ക് ഈ ലേക്കും അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളും ഒക്കെ കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാതെ കണ്ടോ ഈ ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇവിടെ ഒരു ആൽമരം കേട്ടോ. ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ശ്രീരാമൻ്റെ അമ്പലം, അപ്പുറത്ത് ശിവൻ്റെത്, ഇപ്പുറത്ത് ശ്രീരാമൻ്റെത്. പിന്നെ അതിൻ്റെ അങ്ങേയറ്റത്ത് ശ്രീരാമനും സീതയും കൂടെ ഉള്ള അമ്പലവും. 3 അമ്പലം അടുപ്പിച്ച്. അതിൻ്റെ ഒരു ആൽമരത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇന്നലെ രാത്രി വന്നപ്പോഴേ നമ്മൾ ഇവിടെ ഇരുന്നായിരുന്നു. ഇവിടെ ആകുമ്പോൾ വലിയ തിരക്കില്ല കേട്ടോ, വലിയ ആൾക്കാരുമില്ല. ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ ഭയങ്കര ഇടിയാ. ഇവിടെ ആകുമ്പം സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങളെ അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് കയറി വരുന്നിടത്തോട്ട് വന്ന കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് കാണാൻ പറ്റും. ഇത് കണ്ട് ഇവിടെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. കണ്ടോ ഇങ്ങനെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ കണ്ടോ ഇങ്ങനെ ഈ സൈഡ് മൊത്തം വേസ്റ്റാണ്. കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വ്യൂ ഫുള്ള് കിട്ടും. കണ്ട നമ്മൾ പ്രാവിനെ തീറ്റ കൊടുക്കാൻ നിന്നുണ്ടോ ഈ താഴ്വശം. നമ്മളപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി തപ്പുക കേട്ടോ ഇങ്ങനെ നടന്ന്. അപ്പം നമ്മൾ ഓർത്തെന്നാ ഏത് കുറച്ച് കടകളൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ തോട്ടും. അപ്പം നമ്മളിങ്ങനെ ഇവിടെയുള്ള ഫുഡ് കടകളിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. വണ്ടി പുറകോട്ട് വരും. നമ്മളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ കടകൾ. അപ്പം നമ്മളോർത്ത് ഇവിടെ പിന്നെ തിരക്കായി കേട്ടോ, ഇന്നലത്തെ രാത്രിയിലത്തെ പോലത്തെ തിരക്കായി ഇവിടെ. അപ്പം നമ്മളോർത്തു കുറച്ച് റെസ്റ്റോറൻറ്റിലൊക്കെ ചോദിച്ചിട്ട്
വാങ്ങാൻ നോർത്തു. പിന്നെ ഇവിടെ ആണെങ്കിൽ എനിക്ക് ഫുഡ് അലർജി ഉള്ളതുകൊണ്ട് അതിന് പറ്റിയ ഫുഡ് ഇവിടെ കിട്ടുന്നുമില്ല. അപ്പോൾ നമ്മൾ വല്ല ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന കടയുണ്ടോ എന്ന് നോക്കാൻ നോർത്ത്. അങ്ങനെ നമ്മളിങ്ങനെ തിരക്കി പോകുക. നമ്മളപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോഹയും ബ്രെഡ് ബട്ടറും ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ പാഴ്സലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കും അവരത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കങ്ങനെ ഫുഡ് കിട്ടി കേട്ടോ, 2 എണ്ണം പോഹയും ബ്രെഡ് ബട്ടറും. നമ്മളപ്പോൾ റൂമിലേക്ക് പോകുക. അപ്പം നമ്മളൊരു ടെമ്പിൾ ഇവിടെ അടുത്തുണ്ട്. അപ്പം നമ്മളെന്നാൽ റൂമിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് ഓർത്തു. ഇത് കണ്ടോ, ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇവിടെ ഇങ്ങനെയാണ് സ്കൂട്ടറിൽ കൊണ്ട് വിൽക്കുക ആൾക്കാർ. നമ്മളപ്പോൾ ഒരു മാഗിയും കൂടെ വാങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോകുക. റൂമിൽ പോയി നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പാർക്കിങ്ങിൽ വന്ന് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണം. എന്നിട്ട് നമുക്കിനി ടെമ്പിളിലേക്ക് പോകണം. അപ്പം നമ്മളിത് റൂമിലേക്ക് നടക്കുക. ഇവിടെയാണെങ്കിൽ ഫുള്ള് വണ്ടികളാണ് കേട്ടോ. അവിടെ നമ്മൾ സൂക്ഷിച്ച് വേണം ഇങ്ങനെ ക്രോസ് ചെയ്യാനൊക്കെ ആയിട്ട്. സ്കൂട്ടർ എല്ലായിടത്തും ഇങ്ങനെ കുത്തിത്തിരികെ വരുന്ന ഈ കുഞ്ഞു റോട്ടിൽ കൂടെ കണ്ടോ. ഇവിടെ ഗംഗോർ ഘട്ട് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ നമ്മൾ രാത്രി വന്ന വഴികളാണ്. സ്കൂട്ടർ കണ്ടോ, ഇങ്ങനെ വണ്ടി ഇങ്ങനെ കുത്തിത്തിരികെ വരും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇതിൽ നടക്കണം. നമ്മൾ പേടിച്ചു പോകും, കാലേ വന്ന് ഇടിക്കുന്ന പോലത്തെ സ്പീഡിലൊക്കെ ഇവർ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓടിച്ച് വരുന്നത്. അതാ പാടെ. അപ്പോൾ ഇവിടെ വന്ന് റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഇടത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് സഹേലിയോൺ കി ബാരി എന്ന് പറഞ്ഞൊരു സ്ഥലവും പിന്നെ ആണെങ്കിൽ ഒന്ന് ജഗദീഷ് ടെമ്പിൾ. അപ്പോൾ നമ്മൾ ജഗദീഷ് ടെമ്പിളിലോട്ടാണ് ആദ്യം പോകുന്നത്. ജഗദീഷ് ടെമ്പിൾ ആണെങ്കിൽ ഇവിടെ അടുത്ത 350 മീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജഗദീഷ് ടെമ്പിളിൽ ആദ്യം പോകാമെന്ന് കണ്ട. അപ്പോൾ നമ്മളിങ്ങനെ മാപ്പ് നടക്കാനുള്ളത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി അവിടെ പോയിട്ട് പിന്നെ ഇവിടുന്ന് റിക്ഷ എടുത്ത് പോകണം കേട്ടോ മറ്റേടത്തോട്ട്. ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അപ്പം നോക്കാം, ആദ്യം ജഗദീഷ് ടെമ്പിളിലൊക്കെ പോകാമെന്ന് കണ്ട. ഇത് കണ്ടോ, ഇവിടെ തിരക്കായി തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു കയറ്റം പോലെ കേട്ടോ. അപ്പം വേണ്ട ഒരു ചേട്ടന് വേണ്ട ഇതൊക്കെ ഉന്തിക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ പട്ടികൾ പോകുന്നുണ്ട് ഇടയ്ക്ക്. അങ്ങനെ നല്ല തിരക്കാണ് കണ്ടോ. ഓടി പോകുന്നുണ്ട്. ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ കുരയ്ക്കോ നമ്മുടെ നേരെ ചാടി വരുമോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടെ പിന്നെ ചെറിയൊരു തണുപ്പും ഉണ്ട്. ഇങ്ങനെ ഫുള്ള് തണലാണ്. അതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ സുഖമാണ്. ഇത് കണ്ടോ ചെരുപ്പ് വരെയൊക്കെ. ഓട്ടോയൊക്കെ വരുന്നുണ്ട്. ഓട്ടോയൊക്കെ നമ്മളെ ഈ മതിലിനോട് ചേർത്ത് വെച്ച് പോകും. ഇവിടെ ഒരുപാട് ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട് വേറെ. പിന്നെ എനിക്കാണേലും ഒരു കുർത്തയും കൂടെ നോക്കണം. ഇന്നലെ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ കുർത്തക്കട കാണുവാണെങ്കിൽ ഇന്ന് ഒന്നുകൂടെ കയറി നോക്കുകയെന്ന് വേണം. നടന്നുകൊണ്ടിരിക്കുക, കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. ഇവിടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് അവിടുന്ന് ഇവിടെ നിന്ന് വണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ നോക്കി വേണം ഇങ്ങനെ പോകാൻ വേണ്ടി. ഭയങ്കര പാടാണ് ഇതിൽ നടക്കാൻ വേണ്ടി. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വണ്ടികളൊന്നും കാണത്തില്ല. ഇവിടെ കണ്ടോ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അമ്പലം ഇങ്ങനെ എല്ലാ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ അമ്പലം ഒക്കെ ഉണ്ട്. കുറേ അമ്പലങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ആൾക്കാരിങ്ങനെ കടയൊക്കെ തുറന്ന് ഇപ്പോഴും ചില കടകളൊക്കെ ഇപ്പോഴും തുറക്കുന്ന കടകളുണ്ട്. നമ്മൾ രാവിലെ പോയപ്പോൾ ഒത്തിരി കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില കടകളൊക്കെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു ചെറിയ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ നമ്മുടെ സ്പീഡോമീറ്ററൊക്കെ റെഡിയാക്കുന്ന ചെറിയൊരു വർക്ക്ഷോപ്പ്. ഇതെന്തോ സ്വർണത്തിൻ്റെ എന്തോ കട. എല്ലാം ചെറിയ കടകളാണ്. അതെന്തോ ജുവലറി ഒക്കെ ഉണ്ട് ഇവിടെ. ജുവലറി ഷോപ്പൊക്കെ ഉണ്ട്. എല്ലാം കുഞ്ഞു കടകളാണ്. നല്ല രസമുണ്ട് കാണാൻ.
എല്ലാ കടകളും ഇങ്ങനെ അടുത്തടുത്ത് അടുങ്ങിയിരിക്കുന്നത് കണ്ട്. ഇവിടെയൊക്കെ കുറേ വണ്ടികളൊക്കെ എനിക്കൊന്ന് പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇതൊരു സ്കൂളാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടോ, അതൊരു പിള്ളേരാണ്. ഈ സ്കൂളിലെ പിള്ളേരാണ് നമുക്ക് ഹായ് ഒക്കെ തന്നിട്ട് പോയത്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ പലചരക്ക് കട പോലെ, സവോള, ഉരുളക്കിഴങ്ങ്, അതൊക്കെ അങ്ങനത്തെ കടകൾ. ഇവിടുത്തെ എല്ലാ വഴികളും അങ്ങനെ നമ്മളിങ്ങനെ ഉള്ളിൽ കൂടെ കയറി ഒരു സൈഡിൽ കൂടെ പോയി ഒരു സൈഡിൽ കൂടെ അങ്ങനെ ഇങ്ങനെ കയറി നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെയും ചെറിയൊരു അമ്പലം പോലെ ഉണ്ട്. എല്ലാ അമ്പലങ്ങളാണെങ്കിൽ തന്നെ ഇവിടെ വീടിനോട് ചേർന്നൊക്കെയാണ്. നമ്മുടെയൊക്കെ ഇവിടെ എന്ന് പറയുമ്പം അമ്പലം ഒരു സെപ്പറേറ്റ് ഏരിയ, ഫുൾ അമ്പലം. നമ്മൾ പിന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് പോകണം, അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം വീടിൻ്റെ ബിൽഡിങ്ങിനോട് തന്നെ ചേർന്ന് തന്നെ ഇവരുടെ അമ്പലം. ഒരു പാർട്ടീഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കണ്ട്, ഇത് ഇവിടുത്തെ പച്ചക്കറി കടയാണ്. ഇങ്ങനത്തെ പച്ചക്കറി കടകളും ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മൾ രാവിലെ കണ്ടില്ല ഇങ്ങനെ വണ്ടിയിൽ പച്ചക്കറി കൊണ്ടുവരണം, എന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് വരും. അപ്പം വീട്ടിൽ നിന്ന് ആൾക്കാരിങ്ങനെ ഇറങ്ങി വന്ന് വാങ്ങും. അങ്ങനത്തെ പച്ചക്കറി കൊണ്ടുവരുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഇതുപോലെ ഷോപ്പിൽ ഇത് ഇവിടുത്തെ തന്നെ കോളിഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഫ്രഷ് കോളിഫ്ലവറാണ് കേട്ടോ കടയിലൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മളെ വെയിലാകുമ്പോൾ തണുപ്പില്ലായിരിക്കുമെന്ന് കണ്ടാൽ ഞാൻ സെക്ടർ ഒന്നും ഇടാണ്ട് ഇറങ്ങിയത് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല തണുപ്പുണ്ട്. അതും ഈ വെയിലില്ലാതെ ഇങ്ങനത്തെ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഇടയ്ക്കോട്ട് കയറി കഴിയുമ്പോഴത്തേന് നല്ല തണുപ്പാണ്. ഇത് കണ്ട, ഇവിടെ ഈ ബിൽഡിങ്ങിൽ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിരിക്കുന്നു. പെയിൻറ്റിങ്ങും പിന്നെ ഗ്ലാസ് മിറർ വർക്ക് പോലെ. അത് അടുത്ത് പോയി ഈ ഇവിടെ വണ്ടി ഒതുങ്ങുമ്പോൾ അടുത്ത് പോയി കാണിക്കാം. കണ്ടോ, മിറർ വർക്ക് ഉണ്ട്. പിന്നെ ആനയുടെ ആ ഒരു ഇതിലും ഇതൊക്കെ ഡ്രസ്സിലൊക്കെ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വീടാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇതിവിടുത്തെ ഫ്രൂട്ട്സ് കടയാണ് കേട്ടോ. കണ്ട, ഫ്രൂട്ട്സും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ഇത് ചന്ദനത്തിരി വിൽക്കുന്ന കട. അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെയുണ്ട്. ഈ ഒരു മാർക്കറ്റ് പോലെ എല്ലാം ഇവർക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഇവരിങ്ങനെ പുറത്ത് പോയി വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാം ഈ ഒരു സ്ട്രീറ്റ് പോലത്തെ സ്ഥലത്ത് ഇവർക്ക് എല്ലാം കിട്ടും. കണ്ട, ഇതൊരു സ്വീറ്റ്സ് കട. അവിടെ ബേക്കറി ഐറ്റംസ്, ചിപ്സ് അതൊക്കെ കിട്ടുന്ന കട. പിന്നെ ബാഗ് കട, അങ്ങനെ സിൽവർ കിട്ടുന്ന ഷോപ്പ്. പിന്നെ ഇതൊക്കെ കണ്ട, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. ഇങ്ങനെ പല പല രൂപങ്ങളൊക്കെ, ആന, ഹനുമാൻ. പിന്നെ ഇതൊക്കെ കണ്ടു, ഇതും ഒരുപോലെ ജ്വല്ലറി ഷോപ്പൊക്കെയാണ്. ഞങ്ങളെ അവിടെ നിന്ന് ആ കുർത്ത മേടിച്ച കേട്ടോ. 550 അല്ല 600 പറഞ്ഞു, 500 രൂപയ്ക്ക് കിട്ടി കേട്ടോ. ഇവിടെ കണ്ടോ, എല്ലാം ഇതേലത്തെ ഒരു കറുത്ത കവറിലാണ് കിട്ടുന്നത്. ഞാൻ മേടിച്ച കുർത്ത ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ കളറാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഈ ഒരു കുർത്ത 500 രൂപ മേടിച്ച്. ഇതാട്ടോ നമ്മുടെ ആ ജഗദീഷ് ടെമ്പിള്. നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മളപ്പോൾ കടയിൽ കയറി ജസ്റ്റ് നോക്കി. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ രാജസ്ഥാൻ കമ്മൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, അതൊക്കെ. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇതാണ് അമ്പലം. നമ്മളിനി അകത്തേക്ക് കയറാൻ പോവാം. നമ്മളപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുവാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി. ഇതാണ് അമ്പലത്തിൽ നമ്മൾ കയറിയ
സ്റ്റെപ്പ് കണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ആനയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ. ഇതാണ് ഉള്ളിലേക്ക് പ്രാർത്ഥിക്കുന്ന സ്ഥലം. നമ്മളപ്പം ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ ഇവിടെ പ്രെയറൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾക്കാരവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. വന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി. നമുക്ക് അതിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. അവർ പ്രാർത്ഥനയും പാട്ട് ഭജന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കേട്ടിട്ടിങ്ങനെ പോകുന്നു. പിന്നെ നമ്മളിവിടെ സൈഡിൽ അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുവാണ്. അത്യാവശ്യം വലിയ അമ്പലമാണ് കേട്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല തിരക്കൊക്കെ ഉള്ള അമ്പലമാണ്. നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫുള്ള് ആൾക്കാരാണ് ഓരോ പോസിലൊക്കെ നിൽക്കുന്നത്. ഫുള്ള് ഇവിടെ ഫോട്ടോ എടുപ്പുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. നമ്മളപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കണ്ടോ. അമ്പലത്തിൽ തൊഴുത് നമ്മൾ ഇറങ്ങി കേട്ടോ.